സ്വർണ്ണവില ലക്ഷം തൊട്ടതോടെ ഒരു പവന് പണിക്കൂലി ഉൾപ്പെടെ നൽകേണ്ടത് 1,10,000 രൂപ. എന്താ സംശയമുണ്ടോ? ഇന്നത്തെ വിലയാണ്. 3% GSTയും 5% പണിക്കൂലിയും ചേർന്നാണിത്. അന്താരാഷ്ട്ര സ്വർണ്ണവില ഔൺസിന് $4,487 ആയതോടെയാണ് കേരളത്തിലും വില വർദ്ധിച്ചത്. ഇന്നലെ പവന് 1,760 രൂപ കൂടി 1,01,600 രൂപയായിരുന്നു. ഗ്രാമിന് 220 രൂപ കൂടി 12,700 രൂപയുമായിരുന്നു. സ്വർണത്തിന്റെ വില ഈ വർഷം 67% വർദ്ധിച്ചത്. 1979 മുതലുള്ള കണക്കെടുത്താൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനവാണിത്. 2020 40,000 രൂപയായിരുന്നു ഒരു പൗണ്ട് വില. ഡോളറിനെതിരായ ആഗോള കറൻസിയായി ഉയർന്നു വരികയാണ് ഇപ്പോൾ സ്വർണം. ഒരു രാജ്യത്തിനും അവകാശമില്ല എന്നതാണ് സ്വർണത്തിന്റെ ആഗോള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ സ്വർണത്തിന്റെ വില കുത്തനെ കൂടുന്നതിന് ഒരു കാരണമാണ്. അടുത്ത വർഷം US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾക്കിടയിൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് കുതിച്ചെത്തിയതാണ് ഇതിന് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നത് തുടരുമെന്ന അഭ്യൂഹം. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ. സുരക്ഷിത നിക്ഷേപമായതിനാൽ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. ആഘോഷവേളകളിൽ ഇന്ത്യക്കാർ കൂടുതൽ സ്വർണം വാങ്ങുന്നു. ഇതൊക്കെയാണ് സ്വർണത്തിന് വില കൂടാനുള്ള മറ്റ് കാരണങ്ങൾ. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 2000 ടൺ സ്വർണമാണ് മലയാളിയുടെ കയ്യിലുള്ളത്. കണക്കിൽപ്പെടാത്തത് എത്ര ടൺ ഉണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. 1,25,150 ടൺ സ്വർണമാണ് കേരളത്തിൽ ഒരു വർഷത്തെ വിറ്റുവരവ് കണക്കാക്കുന്നത്. ഈ നില തുടർന്നാൽ സ്വർണത്തിന് ആഗോള വില 6,000 മുതൽ 8,000 എത്തിയാലും അത്ഭുതപ്പെടാനില്ല. ക്രിസ്തുമസോടെ ഒരു പവന് സ്വർണത്തിന് 1,00,000 എന്ന റെക്കോർഡ് തുകയിലേക്ക് എത്തുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നു. എന്നാൽ ഒരു വർഷം കൊണ്ട് 1,50,000 നിന്ന് 1,00,000 രൂപയിലേക്ക് സ്വർണത്തിന്റെ വിലയെത്തിയപ്പോൾ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുന്നത് ഒരു സ്വപ്നമായി മാറി. സ്വർണത്തിന് വില കൂടിയപ്പോൾ വെള്ളിയും കരുത്ത് കാണിക്കുന്നു. സ്വർണത്തെക്കാൾ കൂടുതലാണ് ശതമാനക്കണക്കിൽ വെള്ളിയുടെ വില കൂടുന്നത്. മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. വില കൂടിയാലും ആളുകളുടെ വാങ്ങൽ തോത് വർദ്ധിക്കുന്നു. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നത് വളരെ കൂടിയിട്ടുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും അതുവഴി പ്രാദേശിക വിപണിയിൽ വില ഉയരുകയും ചെയ്യുന്നു. ആഭ്യന്തര ഡിമാൻഡാണ് ഇന്ത്യയിൽ കണ്ടുവരുന്ന മറ്റൊരു കാരണം. വിവാഹ സീസണുകളും ഉത്സവ സീസണുകളും ഇന്ത്യയിൽ സ്വർണത്തിന് വൻ ഡിമാൻഡ് സൃഷ്ടിക്കുന്നുണ്ട്.